ഇരുമ്പ് കൊണ്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് വർക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? GA ഷീറ്റുകളും കുഞ്ഞു കുഞ്ഞു സ്ക്വയർ ട്യൂബുകളും എല്ലാം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കുഞ്ഞു മെറ്റൽ ക്രാഫ്റ്റ് വർക്കുകളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടുത്തെ വീടുകളിലും ആഡംബര വസതികളിലും എല്ലാം കാഴ്ചഭംഗി കൂട്ടുന്നതിനായിട്ട് രാജസ്ഥാനിലെ ഈ ക്രാഫ്റ്റ് വർക്കുകൾ ഒരു വലിയ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു വട്ടമെങ്കിലും വന്നു പോയവർ ഇവിടുത്തെ ക്രാഫ്റ്റ് വർക്കുകളെയും ട്രഡീഷണൽ ആർട്ട് വർക്കുകളെയും കുറിച്ച് അറിയാതെയും പറയാതെയും പോയിട്ടുണ്ടാവില്ല. നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാലും നമ്മളിലേക്ക് അറിയാതെ എത്തിച്ചേരുന്ന ഇവിടുത്തെ കലാപരമായ ഒരു അറിവുകളുണ്ട്. അതാണ് ഈ നാടിനെ മറ്റുള്ള നാടുകളിൽ നിന്നും വേറിട്ടതാക്കുന്നത്. ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന ഗോഡൗൺ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് കടക്കാരനോട് ചോദിച്ചപ്പോൾ വളരെ സൗമ്യമായിട്ട് തന്നെ പറഞ്ഞു, പറ്റില്ല. മരത്തിൽ പണിതീർത്ത ശില്പങ്ങളും ഇതിനിടയിൽ കാണാനാവും. കല്ലും മരവും ഇരുമ്പും എല്ലാം കൊണ്ടും തൻ്റെതായ ശൈലിയിൽ ഇതുപോലെ ശില്പങ്ങൾ തയ്യാറാക്കി തങ്ങളുടെ കഴിവുകൾ ലോകത്തെ അറിയിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഉദയ്പൂർ, ജോധ്പൂർ, ജയ്പൂർ എന്നീ ജില്ലയിൽ ടൂറിസ്റ്റുകൾക്കിടയിൽ വൻ ഡിമാൻഡാണ് ഇതുപോലുള്ള ക്രാഫ്റ്റ് വർക്കുകൾക്ക്. തടിയിൽ തീർത്ത കുഞ്ഞു കുഞ്ഞു ആനകളും ആനപ്പുറത്തെ കുറച്ച് സഞ്ചാരികളും ഈ ടൂറിസത്തിനെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇതെല്ലാം. നല്ല ഫിനിഷിങ്ങോടുകൂടി ഇവർ ഈ വർക്കുകളെല്ലാം ചെയ്ത് തീർത്ത് വെച്ചാൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഇവരുടെ വസ്ത്രധാരണങ്ങളും എല്ലാത്തിലും ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും ഭംഗിയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കിയെടുത്ത ആ ഗോഡൗൺ ഒന്ന് കാണാൻ അത്രയ്ക്ക് ആഗ്രഹമുണ്ട്. കടക്കാരൻ മുടക്കിയെങ്കിലും ഇനിയൊരിക്കൽ അത് കാണാൻ പറ്റുമെന്ന വിശ്വാസത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി. ഇനിയും ഇതുപോലുള്ള യാത്രാനുഭവങ്ങളും നല്ല കാഴ്ചകളുമായി വീണ്ടും കാണാം. ബായ്.